Hello everyone, welcome back to our channel Ncert Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Ncert ക്ലാസ് 9th ഇംഗ്ലീഷ് ചാപ്റ്റർ 2 ദി സൗണ്ട് ഓഫ് മ്യൂസിക് ആണ്. അപ്പോൾ ഇതിലെ രണ്ട് സെഷൻസ് ആണ്, പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 2 നമ്മൾ ഷഹനായി ഓഫ് ബിസ്മില്ല ഖാൻ എന്നുള്ളൊരു പോർഷനാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഈസ് റിട്ടൺ ബൈ ഡിബോറ കൗളി. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ചാപ്റ്ററാണ്. അതായത് നമ്മളിങ്ങനെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ദി സൗണ്ട് ഓഫ് മ്യൂസിക് പാർട്ട് 1. Evelyn Ɡlenne ലിസൺസ് ടു മ്യൂസിക് വിത്തൗട്ട് ഹിയറിങ് ഇറ്റ്. അപ്പോൾ ഈവ്ലിൻ ഗ്ലെനീനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവൾ മ്യൂസിക് കേൾക്കും, എങ്ങനെ അല്ലെങ്കിൽ ലിസൺ ചെയ്യും, കേൾക്കാതെ തന്നെ ലിസൺ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും കാരണം? സംടൈംസ് ഷീ മേ ബി ഡെഫ് അല്ലേ, ചിലപ്പോൾ അവൾക്ക് ചെവി കേൾക്കാൻ അറിയാത്ത ഒരാളായിരിക്കാം. അപ്പോൾ ബിഫോർ യു റീഡ് ഗോഡ് മേ യു ഹാവ് ടേക്കൺ ഹെർ ഹിയറിംഗ് ബട്ട് ഹീ ഹാസ് ഗിവൺ ഹെർ ബാക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. വാട്ട് വി ഫിയർ ഷീ ഫീൽസ് ഫാർ മോർ ഡീപ്ലി ദാൻ എനി ഓഫ് എസ്. ദാറ്റ് ഈസ് വൈ ഷീ എക്സ്പ്രസ്സസ് മ്യൂസിക് സോ ബ്യൂട്ടിഫുള്ളി. അപ്പോൾ ദൈവം അവളുടെ കേൾവി ശക്തി എടുത്തു, പക്ഷേ അവൾക്ക് എന്തോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവൾ കേൾക്കുന്നതൊക്കെ എല്ലാം അവൾ ഫീലാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും ഡീപ്പായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാനുള്ള സെൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മ്യൂസിക് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ റീഡ് ദ ഫോളോയിങ് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ ഹു ഫോട്ട് അഗെയിൻസ്റ്റ് എ ഫിസിക്കൽ ഡിസേബിലിറ്റി ആൻഡ് മെയ്ഡ് ഹെർ ലൈഫ് എ സക്സസ് സ്റ്റോറി. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിസേബിലിറ്റിക്കെതിരെ പോരാടിയ ഒരു പെൺകുട്ടിയുടെ നല്ലൊരു സക്സസ് സ്റ്റോറിയെ പറ്റിയാണ്. Rush hour crowds jostle for position on the underground train platform. A slight girl looking younger than her 17 years was nervous yet excited as she felt the vibrations of the approaching train. It was her first day at the prestigious Royal Academy of Music in London and daunting enough for any teenager fresh from the Scottish farm. But this aspiring musician faced a bigger challenge than the most. She was profoundly deaf. അപ്പം ഫുള്ളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫുള്ളിങ്ങനെ ക്രൗഡ്സ് എല്ലാം റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തിക്കിത്തെറിഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. അവിടെ ഒരു പെൺകുട്ടി, അതിന് 17 വയസ്സിൽ താഴെ തോന്നുന്നൊരു പെൺകുട്ടി ഭയങ്കര നെർവസാണ്, പക്ഷേ ഭയങ്കര എക്സൈറ്റഡുമാണ്. അതായത് അവളിങ്ങനെ ഈ വരുന്ന ട്രെയിനിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന വൈബ്രേഷൻസ് എല്ലാം ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതായത് അവളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. എവിടെ? പ്രസ്റ്റീജിയസ് റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് ഇൻ ലണ്ടനിലെ അവളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതായത് അവൾ ആകപ്പാടെ ഒരു ടീനേജർ, അതായത് സ്കോട്ടിഷ് ഫാമിലിയുള്ള ഒരു ടീനേജറിൽ നെർവസ് ആവാൻ തക്ക രീതിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ്, ലണ്ടനിലുള്ള പ്രസ്റ്റീജിയസ് റോയൽ അക്കാഡമിയിലേക്കാണ് അവൾ പോകുന്നത്. പക്ഷേ അവളുടെ ഒരു ആസ്പയറിംഗ് മ്യൂസീഷ്യൻ ആവാനുള്ള ആഗ്രഹം അത് ഒരു ബിഗ്ഗർ ചാലഞ്ച് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ മ്യൂസീഷ്യൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും കേൾവിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമുക്കറിയുന്ന മ്യൂസീഷ്യൻസൊക്കെ. പക്ഷേ ഇവളൊരു ആസ്പയറിംഗ് മ്യൂസീഷ്യനാണ്. ബട്ട് ഷീ വാസ് പ്രൊഫൗണ്ട്ലി ഡെഫ്. അവൾക്ക് അഗാധമായൊരു കേൾവിശക്തി ഇല്ലായ്മ ഉണ്ടായിരുന്നു, അവൾ ഡെഫായിരുന്നു. ഈവ്ലിൻ ഗ്ലെന്നീസ് ലോസ് ഓഫ് ഹിയറിംഗ് ഹാഡ് ബീൻ ഗ്രാജുവൽ. ഹെർ മദർ റിമെമ്പേഴ്സ് നോട്ടീസിങ് സംതിങ് വാസ് റോങ് when the 8-year-old Evelyn was waiting to play the piano. അപ്പോൾ ഈവ്ലിൻ ഗ്ലെന്നിയുടെ ഈ കേൾവി നഷ്ടപ്പെട്ടത് ഗ്രാജുവലായിട്ടായിരുന്നു. ഒരു ദിവസം അവളിങ്ങനെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അവളുടെ അമ്മയ്ക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി. ദേ കോൾഡ് ഹർ നെയിം ആൻഡ് ഷീ ഡിഡ്ന്റ് മൂവ്. ഐ സഡൻലി റിയലൈസ് ദാറ്റ് ഷീ hadn't heard, says Isabel Ɡlenne. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞത്, അവളുടെ പേര് വിളിച്ചപ്പോൾ 11 വയസ്സായ സമയത്ത് പിയാനോ വായിക്കുമ്പോൾ പേര് വിളിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു അവൾ കേൾക്കാത്തതാണെന്നാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയത്. ഇസബൽ ഗ്ലെന്നെ, അതായത് അവളുടെ അമ്മ പറഞ്ഞു. For quite a while, Evelyn managed to conceal her growing deafness from the friends and teachers, but by the time she was 11, her marks had deteriorated and her headmistress urged her parents to take her to a specialist. It was then discovered that her hearing was severely impaired as a result of gradual nerve damage. They were advised that she should be fitted with hearing aids and sent to a school for a deaf. Everything suddenly looked black, says Evelyn. അപ്പോൾ അതായത്
അവളുടെ അമ്മ വിളിച്ചിട്ട് അവൾക്ക് കേൾക്കാത്തപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവലിൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഇത് കൺസീൽ ചെയ്യാൻ ശ്രമിച്ചു, അതായത് ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് 11 വയസ്സായ സമയത്ത് അവളുടെ മാർക്സ് എല്ലാം കുറയാൻ തുടങ്ങിയപ്പോൾ ഹെഡ് മിസ്ട്രസ് പാരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവളെന്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തോ ഒരു നെർവ് ഡാമേജ് കാരണം, അതായത് ഒരു ഞരമ്പിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം ഈവലിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവളോട് ഇങ്ങനെ ഹിയറിംഗ് എയ്ഡ്സ് ഇല്ലേ, ചെവിയിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഡെഫ് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞു. എവറിത്തിങ് സഡൻലി ലുക്ക്ഡ് ബ്ലാക്ക് അല്ലേ. ഈവലിന് ആകെ ഒരു കരി പുരണ്ട അവസ്ഥയില്ലേ, ഈവലിൻ്റെ സ്വപ്നങ്ങളെല്ലാം ആകെ നശിച്ചു പോയില്ലേ. അങ്ങനെ ആവുമ്പോൾ ബട്ട് ഈവലിൻ വാസ് നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ്. ഷി വാസ് ഡിറ്റർമിൻഡ് ടു ലീഡ് എ നോർമൽ ലൈഫ് ആൻഡ് പെർസ്യൂ ഹർ ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്. വൺ ഡേ ഷീ നോട്ടീസ്ഡ് എ ഗേൾ പ്ലേയിങ് എ xylophone ആൻഡ് ഡിസൈഡഡ് ദാറ്റ് ഷീ വാണ്ടഡ് ടു പ്ലേ ഇറ്റ് ടു. അതായത് ഈവലിനെ ഒരിക്കലും പിന്നെ ഗിവ് അപ്പ് ചെയ്തില്ല അല്ലേ, അവൾ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു. അതായത് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനും അതുപോലെ തന്നെ സൈലോഫോൺ പ്ലേ ചെയ്യാനുള്ള മ്യൂസിക്കിലെ ഇൻട്രസ്റ്റും ഒക്കെ പെർസ്യൂ ചെയ്യാനൊക്കെ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഡിറ്റർമിൻഡ് ആയിരുന്നു. ഒരു ദിവസം അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവളുടെ ഒരു കുട്ടി ഇങ്ങനെ സൈലോഫോണില്ലേ, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള സൈലോഫോൺ, ആൻ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് റോ ഓഫ് വുഡൻ ബാർസ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് അല്ലേ, ഒരു വുഡൻ ബാർസ് ഇല്ല ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ കണ്ടു. അപ്പോഴാണ് അവൾക്ക് ഒരു ആഗ്രഹം, ഇതും പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹം. Most of the teachers discouraged her, but percussionist Ron Forbes spotted her potential. He began by turning 2 large drums to different notes. Don't listen through your ears, he would say. Try to sense it some other way, says Evelyn. അതായത് ആ സൈലോഫോൺ വായിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് അവൾ ഭയങ്കര ഇൻസ്പയർഡായി. അവൾക്കും സൈലോഫോൺ വായിക്കുന്നത് പഠിക്കണമെന്ന്. ഒരുപാട് ടീച്ചേഴ്സ് അവൾ പഠിപ്പിക്കാൻ വന്നു. അവരൊക്കെ അവളെ ഡിസ്കറേജ് ചെയ്തു അല്ലേ, അതായത് അവളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഒരു പെർക്കഷനിസ്റ്റ് ആയിട്ടുള്ള, അതായത് എ പേഴ്സൺ ഹൂ പ്ലേസ് ദ ഡ്രം ഓർ തബല എക്സെട്ര അല്ലേ, അതായത് ഡ്രമ്മും തബലയൊക്കെ വായിക്കുന്ന ഒരാളെയാണ് നമ്മൾ പെർക്കഷനിസ്റ്റ് എന്ന് പറയാം. അങ്ങനത്തെ റോൺ ഫോബ്സ് എന്ത് ചെയ്തു, അവളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അവളോട് ഇങ്ങനെ 2 ഡ്രമ്മ് ഡിഫറെൻറ്റ് നോട്ട്സിൽ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും നിൻ്റെ ഇയേഴ്സ് വെച്ചിട്ട് നീ എന്ത് ചെയ്യില്ല, ലിസൺ ചെയ്യേണ്ട, നീ വേറെ എന്തെങ്കിലും രീതിയിൽ ഈ സൗണ്ട് മ്യൂസിക്കിൻ്റെ ട്യൂണെല്ലാം ലിസൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. Suddenly, I realized I could feel the higher drum from the waist up and the lower drum from the waist down. Forbes repeated the exercise and soon Evelyn discovered that she could sense certain notes in different parts of her body. I had learned to open my mind and body to sounds and vibrations. The rest was sheer determination and hard work. അപ്പോൾ ഈവലിന് ഒരു കാര്യം മനസ്സിലായി. അന്ന് ഡ്രമ്മ് വായിച്ചപ്പോൾ ഹയർ ഡ്രമ്മ് അവൾക്ക് വേസ്റ്റിൻ്റെ, അവളുടെ ഊരയുടെ താഴെ നിന്നും അതുപോലെ തന്നെ ലോവർ ബണ്ണ് ഹയർ ഡ്രമ്മ് വേസ്റ്റിൻ്റെ അപ്പിൽ നിന്നും, അതായത് വേസ്റ്റിൻ്റെ മുകളിൽ നിന്നും ലോവർ ഡ്രമ്മ് വേസ്റ്റിൻ്റെ താഴെ നിന്നും അവൾക്ക് സെൻസ് ചെയ്യാനുള്ള ഒരിത് കിട്ടി. അപ്പോഴാണ് ഈവലിന് ഇങ്ങനെ പല നോട്ട്സുകളും കാര്യങ്ങളൊക്കെ അവൾ പല ബോഡി പാർട്സ് കൊണ്ട് സെൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവളുടെ മനസ്സിലെല്ലാം തുറന്നിട്ട് ബോഡി ടു സൗണ്ട്സ് ആൻഡ് മ്യൂസിക്കിനോട് അവൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായി. അങ്ങനെ ബാക്കിയെല്ലാം അവളുടെ നല്ല ഒടുക്കത്തെ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും കാരണമാണ് അവൾക്കെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഷീ നെവർ ലുക്ക്ഡ് ബാക്ക് ഫ്രം ദ പോയിന്റ് ഓൺവേർഡ്സ്. ഷീ ടൂർഡ് ദ യുണൈറ്റഡ് കിങ്ഡം വിത്ത് എ യങ് ഓർക്കസ്ട്ര ആൻഡ് ബൈ ദ ടൈം ഷീ വാസ് 16 ഷീ ഹാഡ് ഡിസൈഡഡ് ടു മേക്ക് മ്യൂസിക് ഹർ ലൈഫ്. ഷീ auditioned for the Royal Academy of Music and scored one of the highest marks in the history of the Academy. She gradually moved from the orchestral work to solo performances. At the end of her 3-year course, she had captured most of the top awards. അപ്പോൾ അവൾ ഒരിക്കലും ഈ നിന്ന സ്ഥലത്ത് നിന്നില്ല, അതായത് അവൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നില്ല. അവൾ എന്ത് ചെയ്തു, UK മൊത്തം അങ്ങനെ ടൂർ അടിക്കാൻ തുടങ്ങി. അവളുടെ യങ് ഓർക്കസ്ട്ര ഗ്രൂപ്പ് വെച്ചിട്ട് അവളിങ്ങനെ കറങ്ങാൻ തുടങ്ങി. അന്ന സമയത്ത് അവൾക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ജീവിതം മൊത്തം അവൾ ഇങ്ങനെ മ്യൂസിക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു അല്ലേ, കൊടുക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിൻ്റെ ഓഡീഷൻ ഉണ്ടായ സമയത്ത് ഒരു ഹൈ സ്കോർ കിട്ടിയിട്ട് അവൾ ആ അക്കാഡമിയിലെ മാർക്സ് പാസ്സായി. അങ്ങനെ അവൾ ഓർക്കസ്ട്രൽ വർക്ക് എല്ലാം മാറ്റിയിട്ട് സോളോ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് കൂട്ടം കൂടിയിട്ടുള്ള ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഒഴിച്ചിട്ട് സോളോ ആയിട്ടുള്ള പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 3 വർഷത്തെ കോഴ്സിനൊടുവിൽ, അവളുടെ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിലെ 3 വർഷത്തെ കോഴ്സിനൊടുവിൽ അവൾക്ക് ടോപ്പ് അവാർഡ്സ് എല്ലാം കിട്ടാൻ തുടങ്ങി.
And for all this, Evelyn wouldn't accept any hint of heroic achievement. If you work hard and know where are you going, you will get there. And she got right to the top, the world's most sought after multi-percussionist with mastery of some thousands instruments and hectic international schedule. അതായത് അവളോട് എന്തെങ്കിലും ഹീറോയിക് അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും ഹിൻഡോ അല്ലെങ്കിൽ ടിപ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അവൾ പറയും ഒന്ന് വർക്ക് ഹാർഡ് അല്ലേ, വർക്ക് ഹാർഡ് നല്ലോണം വർക്ക് ചെയ്യുക, എന്നിട്ട് എവിടേക്കാണോ പോകുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി എവിടേക്കാണ് നമ്മൾ പോകണമെന്ന്. അതായത് അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഇപ്പോൾ അവളെന്താണ് ഏറ്റവും റൈറ്റ് ടോപ്പ് പൊസിഷനിലാണുള്ളത്. അവിടെ എന്ന് പറയുമ്പോൾ അവൾക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പെർക്കഷൻ ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ തൗസൻഡ്സ് ഇൻസ്ട്രുമെൻറ്റ്സിന് മാസ്റ്ററായിട്ടും ഒരു ഹെക്റ്റിക് ഇൻ്റർനാഷണൽ ഒരു ഫുൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഷെഡ്യൂൾ വരെ അവൾക്കുണ്ട്, ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ വരെ അവൾക്കുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രിഗ്യൂയിങ് ടു വാച്ച് എവ്ലിൻ ഫങ്ഷൻ സോ എഫേർട്ട്ലെസ്ലി വിത്തൗട്ട് ഹിയറിങ് അല്ലേ. അത് നമുക്ക് ശരിക്കും കൗതുകം തോന്നും, എവ്ലിൻ ഇങ്ങനെ എഫേർട്ട്ലെസ്ലി ഇങ്ങനെ ഓരോ അത് കേൾക്കാതെ ഇത്രത്തോളം അവൾക്കിത് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾക്ക് ഫാക്സിനേറ്റ് ഉണ്ടാവും അല്ലേ, നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആവും. ഷീ നെവർ മിസ്ഡ് എ വേർഡ്, മെൻ വിത്ത് ബുഷി ബേർഡ്സ് ഗിവ് മീ ട്രബിൾ. അതായത് അവൾ ഒരിക്കലും ഒരു വേർഡ് പോലും മിസ്സാക്കാറില്ല. അവൾ പറയാറുണ്ട് ഷീ ലാഫ്ഡ് അല്ലേ, മെൻ വിത്ത്, അതായത് ഇപ്പോൾ ബുഷി ബേർഡുള്ള നല്ല കട്ടി തടിയുള്ള ആൾക്കാരെ അവളെപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്, അവളെ ട്രബിൾ ആക്കാറുണ്ട്. കാരണം അവൾ എന്തെങ്കിലും പറയുന്നതെല്ലാം കേൾക്കുന്നത് ഷീസ് ഡെഫ്, അവൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നത് ഒരാളുടെ ലിപ് സിങ്കോ അല്ലെങ്കിൽ ഒരാളുടെ ലിപ് മൂമെൻറ്റ്സോ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ബുഷി ബേർഡ്സ് അതായത് ബുഷിയായിട്ടുള്ള താടിയുള്ള ആൾക്കാരെ എപ്പോഴും അവൾ ട്രബിൾ ചെയ്യാറുണ്ട്. ഷീ ലാഫ്ഡ്. It is not just watching the lips, it is the whole face, especially the eyes. She speaks flawlessly with a Scottish lilt. My speech is clear because I could hear till I was 11, she says, but that doesn't explain how she managed to learn French and master basic Japanese. അപ്പോൾ ലിപ്സ് മാത്രമല്ല നമുക്കൊരാളെ മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുക, നമുക്ക് ഹോൾ ഫേസിൽ അതായത് ഐസിൻ്റെ എക്സ്പ്രഷൻ എല്ലാം നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ എവ്ലിൻ അവൾ നല്ല ഫ്ലോലെസ് ആയിട്ട്, അതായത് ഒരു ഫോൾട്ടോ മിസ്റ്റേക്കോ ഇല്ലാതെ സംസാരിക്കും, ഒരു സ്കോട്ടിഷ് സ്ലാങ്ങിൽ സംസാരിക്കാറുണ്ട്. എൻ്റെ സ്പീച്ച് ക്ലിയർ ആവും കാരണം എനിക്ക് 11 വയസ്സ് വരെ ചെവി കേൾക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് ഈ പറയുന്ന ഫ്രഞ്ചും അതുപോലെ തന്നെ ജാപ്പനീസ് മ്യൂസിക് എല്ലാം പഠിച്ചത്. പിന്നെ as for music, she explains, it pours in through every part of my body. It tingles in the skin, my cheekbones and even my hair. When she plays a xylophone, she can sense the sound passing up the stick into her fingers. By learning against the drums, one can feel the resonance flowing into her body. On the wooden platform, she removes her shoes so that the vibrations pass through her bare feet and up to her legs. അപ്പോൾ മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഓരോ ബോഡി പാർട്ടിലേക്ക് ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ ഒഴുക്കുകയാണ്, എൻ്റെ സ്കിന്നിൽ വരെ ഈ മ്യൂസിക് എന്തെങ്കിലും ടിങ്കിൾ ചെയ്യുന്നുണ്ട് അല്ലേ, പ്രകാശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കിളിങ്ങുന്നുണ്ട്, എൻ്റെ ചീക്ക് ബോൺസിൽ എൻ്റെ ഹെയറിൽ വരെയുണ്ട് എൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സൈലോഫോണ് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുക, ഡ്രം സ്റ്റിക്കിൻ്റെ ഒക്കെ എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സൗണ്ട് പാസ് ചെയ്യും, എൻ്റെ ഫിംഗർ ടിപ്സിലൂടെ ഡ്രം സ്റ്റിക്കിൻ്റെ ഒരു സൗണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഡ്രംസിനെ എപ്പോഴും ലീൻ ചെയ്തിട്ടാണ് കുനിഞ്ഞിട്ടാണ് ഡ്രംസ് എല്ലാം പ്ലേ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡ്രംസിൻ്റെ റെസനൻസിലെ ഒരു വൈബ്രേഷനെയാണ് നമ്മൾ റെസനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെസ്കിലെല്ലാം ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെവി വെച്ച് കുറിപ്പിച്ചാൽ റെസനൻസ് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈബ്രേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് റെസനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനായിട്ട് കുനിഞ്ഞിട്ട് ഡ്രം പ്ലേ ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ആ റെസനൻസ് എല്ലാം എൻ്റെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യാറുണ്ട്. അങ്ങനെ വുഡൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവൾ എന്ത് ചെയ്യും, അവളുടെ ഷൂസ് റിമൂവ് ചെയ്തിട്ട് അവളുടെ ടോസോ അല്ലെങ്കിൽ ബെയർ ഫീറ്റോ വെച്ചിട്ട് അവൾ ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. Not surprisingly, Evelyn delights her audiences. In 1991, she was presented with the Royal Philharmonic Society's prestigious Soloist of the Year award, says master percussionist James Blades. അത് ഒട്ടും സർപ്രൈസ് ആവണ്ട, അത് എപ്പോഴും അവളുടെ ഓഡിയൻസിന് എപ്പോഴും സന്തോഷം കൊള്ളിക്കാറുണ്ട് അല്ലെങ്കിൽ ഹരം കൊള്ളിക്കാറുണ്ട്. 1991 റോയൽ ഫിൽ ഹാർമോണിക് സൊസൈറ്റീസ് പ്രസ്റ്റീജിയസ് സോളോയിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് അവൾക്കാണ്. അങ്ങനെ അത് പറഞ്ഞത് നമ്മുടെ പെർക്കഷനിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ബ്ലേഡ് ആയിരുന്നു.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഗോഡ് മേ ഹാവ് ടേക്കൺ ഹെർ ഹിയറിംഗ് ബട്ട് ഷീ ഹാസ് ഗിവൺ ഹെർ ബാക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. വാട്ട് വി ഹിയർ ഷീ ഫീൽസ് ഫാർ മോർ ഡീപ്ലി ദാൻ എനി ഓഫ് എസ്. പക്ഷെ ഗോൾഡ് എന്ത് ചെയ്തു, അവളുടെ കേൾവി ശക്തി എടുത്തു, പക്ഷേ അവൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കഴിവ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ കേൾക്കണമെന്ന് വെച്ചാൽ അതിനേക്കാളും ഡീപ്പായിട്ട് അവൾക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു, പെർക്കഷനിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ബ്ലേഡ് പറഞ്ഞു. ദാറ്റ് അങ്ങനെയാണ് അവൾ മ്യൂസിക്കിനെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്ര നല്ല മധുരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. Evelyn confesses that she is something of the workaholic. I have just go to work, often harder than classical musicians, but the rewards are enormous. Apart from the regular concerts, Evelyn also gave free concerts in the prisons and hospitals. She also gave high priority to classes for young musicians. And Rushlin of the Beethoven Fund of Deaf Children says she is a shining inspiration for deaf children. They see that there is nowhere that they cannot go. അതായത് എവ്ലിന് എപ്പോഴും ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴും അവൾ എന്താണ് വർക്കഹോളിക്കാണ്, അതായത് എപ്പോഴും എനിക്ക് വർക്കിന് പോകണം, അതായത് മ്യൂസീഷ്യൻസിനെക്കാളും ഹാർഡറായിട്ട് അവൾ ഒക്കെയാണ് അവളുടെ വർക്കിനെ കാണാറ്. അതിന് റിവാർഡായിട്ട് അല്ലെങ്കിൽ അതിന് ഗിഫ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ റിവാർഡെല്ലാം ഭയങ്കര എനോമസ് ആണ്, ഭയങ്കര ഹ്യൂജാണ്. അവളുടെ റെഗുലർ കൺസേർട്സ് ഒഴികെ അവൾ പ്രിസൺസിലും ഹോസ്പിറ്റൽസിലൊക്കെ ഫ്രീ ആയിട്ട് കൺസേർട്സ് കൊടുക്കാറുണ്ട്, എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അതായത് പ്രിസൺസിലെ പ്രിസണേഴ്സിനാണെങ്കിലും ഹോസ്പിറ്റൽസിൻ്റെ പേഷ്യൻസിനാണെങ്കിലും അവൾ ഫ്രീ കൺസേർട്സാണ് കൊടുക്കാറ്. എപ്പോഴും അവളുടെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ചെറിയ യങ് മ്യൂസീഷ്യൻസ് ആണ്. ഇപ്പോൾ ആൻ റിച്ച്ലി എന്ന് പറയുന്ന സ്ത്രീ, ഡെഫ് ചിൽഡ്രനിലെ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവളെപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ്. ഈ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് എപ്പോഴും ഇൻസ്പിറേഷനാണ്. അവർക്ക് അതായത് സ്കൈ ഈസ് നോട്ട് ലിമിറ്റ് അല്ലേ, അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സ്ഥലം എവിടെയില്ല, അല്ലെങ്കിൽ എവിടെയും എത്തിപ്പെടും എന്നൊരു ഇൻസ്പിറേഷൻ കൊടുത്തത് അവളാണ് ആ ഡെഫ് സ്കൂളിലെ കുട്ടികൾക്ക്. Evelyn Ɡlenne has already accomplished more than most of the people twice her age. She had brought percussion to the front of the orchestra and demonstrated that it can be very moving. She has given inspiration to those who are handicapped, people who are look to her and say, if she can do it, I can. And not at least she has given enormous pleasure to millions. അപ്പോൾ ഈവ്ലിൻ ഗ്ലെന്നെ ഒരുപാട് പേരെ കൗതുകം കൊള്ളിപ്പിച്ചിട്ടുണ്ട്. അവളെക്കാളും മുതിർന്ന ഇരട്ടി വയസ്സിന് മുതിർന്ന ആൾക്കാരെ പോലും കൗതുകം കൊള്ളിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഈ പെർക്കഷന് അവൾ ഓർക്കസ്ട്രയുടെ മുന്നിലെ ഈ പെർക്കഷന് നമുക്ക് എന്തും ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവളെപ്പോഴും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇഫ് ഷീ ക്യാൻ ഡു ഇറ്റ്, അവൾക്കത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഐ ക്യാൻ എന്നുള്ള ഒരു തോന്നൽ ഓരോ കുട്ടികളിലും ഉണ്ടാക്കാൻ തക്ക രീതിയിലായിരുന്നു അവളുടെ ഓരോ മുന്നേറ്റവും. ആൻഡ് അതിനായിട്ട് ഒരുപാട് ആൾക്കാരെ അവൾ പുളകം കൊള്ളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷീ ഹാസ് ഗിവൺ എനോമസ് പ്ലഷർ ടു മില്യൺസ് ആൾക്കാർക്കൊരു ഇൻസ്പിറേഷനും പ്ലഷറും കൊടുത്തിട്ടുണ്ട്. ആര്? നമ്മുടെ ഈവ്ലിൻ ഗ്ലെന്നെ. ശരിക്കും നമ്മളെപ്പോലെ ആൾക്കാർക്കൊക്കെ എല്ലാ ശക്തികളും, അതായത് ദൈവം കാഴ്ചശക്തി, കേൾവി ശക്തി, സംസാരിക്കാനുള്ള കഴിവ്, സ്മെല്ല് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ എല്ലാ കഴിവും തന്നെ നമ്മളൊക്കെ ശരിക്കും ദൈവത്തോട് നന്ദി പറയണം അല്ലേ. ഈവ്ലിൻ ഗ്ലെന്നെക്ക് ദൈവം അവളുടെ കേൾവി ശക്തി തിരിച്ചെടുത്തിട്ട് പോലും ഷീ വർക്ക്സ് ഹാർഡ് ആൻഡ് ഷീ ബിക്കം ഫേമസ്. അവൾ വർക്ക് ഹാർഡ് ചെയ്തിട്ട് ഇപ്പോൾ അവൾ നല്ല ഫേമസ് ആയി. ഷീ ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ അല്ലേ. നമ്മളെപ്പോലെ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡായ ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഹോപ്പ്ഫുള്ളി യു ലൈക്ഡ് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഷഹനായി ഓഫ് ബിസ്മില്ല ഖാൻ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.